എല്ലാ വർഷവും 500-ലധികം സിനിമകളാണ് ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ റിലീസ് ആവാറ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിലെ തന്നെ പല റെക്കോർഡുകളെയും കടത്തിവെട്ടി 1000 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാണെങ്കിലും ആ ഒരു സിനിമകൾ ഏതൊക്കെയാണെന്നും ആ സിനിമയിലെ നടന്മാരും ആ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ആരൊക്കെയാണെന്നുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. ഈ വീഡിയോയിൽ പറയുന്ന 6 സിനിമകളും 1000 കോടി ക്ലബിൽ ഇടം പിടിച്ചിട്ടുള്ള സിനിമകളുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ ഫേവറേറ്റ് സിനിമ ഏതാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും താഴെ കമന്റ് കൂടി ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ 6ാമത്തെ പേര് പത്താൻ. ഷാറുഖ് ഖാൻ നായകനായി എത്തിയ സിനിമയിൽ ദീപിക പദുക്കോൺ ആയിരുന്നു ഹീറോയിൻ. സിദ്ധാർത്ഥ് ആനന്ദ് സംവിധാനം ചെയ്ത പത്താൻ മൂവി 240 കോടി ബഡ്ജറ്റിലായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. വേൾഡ് വൈഡ് ലെവലിൽ 1053 കോടി രൂപ കളക്ട് ചെയ്ത് ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ ആയിട്ട് മാറാനായിട്ട് ഷാറുഖ് ഖാന്റെ പത്താൻ മൂവിക്ക് സാധിച്ചു. അടുത്തതായി 5ാമതായിട്ട് പറയുന്നത് ട്രിപ്പിൾ ആർ. ട്രിപ്പിൾ ആർ ഒരു മൾട്ടി സ്റ്റാർ മൂവിയാണ്. രാജമൗലി സംവിധാനം ചെയ്ത മൾട്ടി സ്റ്റാർ മൂവി ആയിട്ടുള്ള ട്രിപ്പിൾ ആർ 550 കോടി രൂപ ബഡ്ജറ്റിലാണ് വന്നത്. റാം ശരണും ജൂനിയർ NTRും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ഒരു സിനിമ ഓൾ ടൈം റെക്കോർഡായിട്ട് ഏകദേശം 1236 കോടി രൂപ കളക്ട് ചെയ്ത് ഒരു ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ ആയിട്ട് മാറാനായിട്ട് ട്രിപ്പിൾ ആർ മൂവിക്ക് സാധിച്ചിട്ടുണ്ട്. അടുത്തതായി പറയുന്നത് പുഷ്പ 2. പുഷ്പ 2 ഇപ്പോഴും എല്ലാ തിയേറ്ററുകളിലും വളരെ വിജയകരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. പല കളക്ഷൻ റെക്കോർഡുകളും ഇതിനോടകം തന്നെ പുഷ്പ 2 വെട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും നല്ല രീതിയിൽ കളക്ട് ചെയ്യാനായിട്ട് ഒരുപാട് സാധ്യതയുള്ള മൂവിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ ഏകദേശം 1250 കോടി രൂപയോളം കളക്ട് ചെയ്തുകൊണ്ട് സുകുമാർ സംവിധാനത്തിൽ വന്ന അല്ലു അർജുൻ സിനിമയായിട്ടുള്ള പുഷ്പ 2 ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ ആയിട്ട് ഇപ്പോൾ തിയേറ്ററുകളിൽ വിജയകരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തതായി പറയുന്നത് KGF ചാപ്റ്റർ 2. KGF ചാപ്റ്റർ 2 നമുക്കറിയാം, പ്രശാന്ത് നീലിന്റെ സംവിധാനത്തിൽ വന്ന സിനിമയിൽ യാഷ് ആയിരുന്നു റോക്കി ബായ് ആയിട്ട് അഭിനയിച്ചിരുന്നത്. ഏകദേശം 100 കോടി രൂപ ബഡ്ജറ്റിൽ ഇറങ്ങിയ KGF ചാപ്റ്റർ 2 വേൾഡ് വൈഡ് ലെവലിൽ 1450 കോടി രൂപ കളക്ട് ചെയ്ത് വളരെ വലിയൊരു വിജയം നേടിയ ഒരു മൂവി തന്നെയായിരുന്നു KGF ചാപ്റ്റർ 2. അടുത്തതായി പറയുന്നത് നമ്മുടെ ലിസ്റ്റിൽ 2ാമത്തെ പേര് രാജമൗലിയുടെ സംവിധാനത്തിലെത്തിയ ബാഹുബലി 2. ബാഹുബലി 2വിൽ പ്രഭാസ് ആയിരുന്നു കേന്ദ്ര കഥാപാത്രമായ ബാഹുബലിയെ അവതരിപ്പിച്ചിരുന്നത്. അനുഷ്ക ആയിരുന്നു സിനിമയിലെ ഹീറോയിൻ. ഏകദേശം 250 കോടി രൂപ ബഡ്ജറ്റിലെത്തിയ ബാഹുബലി 2 എന്ന് പറയുന്ന മൂവി ഓൾ ടൈം റെക്കോർഡായിട്ട് 1810 കോടി രൂപയാണ് ഓൾ ഇന്ത്യൻ ലെവലിൽ കളക്ട് ചെയ്തത്. അതുപോലെ തന്നെ ഒരു ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ മൂവി ആവാനായിട്ടും ബാഹുബലി 2വിന് സാധിച്ചിട്ടുണ്ട്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ 1ാമത്തെ പേര് മറ്റൊന്നുമല്ല, അമീർ ഖാൻ നായകനായെത്തി നിതീഷ് സംവിധാനം ചെയ്ത ദംഗൽ. ഇന്ത്യൻ സിനിമയിലെ തന്നെ പല കളക്ഷൻ റെക്കോർഡുകളെയും ഞെട്ടിക്കുന്ന രീതിയിലൊരു കളക്ഷൻ ആയിരുന്നു ദംഗലിന് നേടാൻ സാധിച്ചത്. വെറും 80 കോടി രൂപ ബഡ്ജറ്റിൽ ഇറങ്ങിയ ദംഗൽ മൂവി 2024 കോടി രൂപയാണ് ഓൾ ഇന്ത്യൻ ലെവലിൽ കളക്ട് ചെയ്ത് ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ ആയിട്ട് നിൽക്കുന്നത്. ഒരുപാട് കാലങ്ങൾ മുന്നിറങ്ങിയ ഒരു മൂവിയാണ്. ഒരുപാട് കളക്ഷൻ റെക്കോർഡുകളെയൊക്കെ അന്ന് കടത്തി വെട്ടിക്കൊണ്ട് ഞെട്ടിക്കുന്ന രീതിയിൽ ഒരു കളക്ഷൻ നേടാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു ദംഗലിനെ. ഇതുവരെയും ആ ഒരു കളക്ഷൻ റെക്കോർഡുകൾ ഭേദിക്കാനായിട്ട് ഇതുവരെയും ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു സിനിമകൾക്കും സാധിച്ചിട്ടില്ല. ഇനി വരുന്ന മൂവീസിന് അത് സാധിക്കുമെങ്കിൽ അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ തന്നെ അമീർ ഖാൻ എഴുതി തന്റെ പേരിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന റെക്കോർഡാണ് ദംഗലിന്റെ 2024 കോടി എന്ന് പറയുന്ന ഓൾ ടൈം റെക്കോർഡ്. അങ്ങനെ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിലെ തന്നെ പല കളക്ഷൻ റെക്കോർഡുകളെയും ഭേദിച്ചുകൊണ്ട് 1000 കോടി ക്ലബിൽ ഇടം പിടിച്ച 6 സിനിമകളെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഈ പറയുന്ന 6 സിനിമകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? തീർച്ചയായിട്ടും താഴെ കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നായകന്റെ പേരും താഴെ കമൻ്റായിട്ട് എഴുതാനായിട്ട് മറക്കരുത്. എന്തൊക്കെയാണെങ്കിലും പല റെക്കോർഡുകളും തകർക്കുന്ന രീതിയിൽ പുതിയ പുതിയ സിനിമകൾ ഇനിയും ഉണ്ടാകാം. ഈ പറയുന്ന 6 സിനിമകളല്ലാതെ ഇനിയും 1000 കോടി ക്ലബിലൊക്കെ ഇടം പിടിക്കുന്ന രീതിയിൽ പല സിനിമകളും വരാതിരിക്കും. എന്തൊക്കെയാണെങ്കിലും മര്യാദക്കുള്ള നല്ല സിനിമകളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ ഏറ്റെടുത്ത് തിയേറ്ററുകളിൽ പോയി തന്നെ കണ്ട് വിജയിപ്പിക്കുന്ന ജനങ്ങളാണ് നമുക്കുള്ളത്. അടിപൊളിയായിട്ടുള്ള സിനിമകളൊക്കെ വരട്ടെ. ഒരുപാട് നെഗറ്റീവ് അഭിപ്രായങ്ങൾ കിട്ടിയിട്ടും ഇപ്പോൾ തിയേറ്ററുകളിൽ വളരെ വലിയ വിജയകരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മൂവിയാണ് സുകുമാർ സംവിധാനത്തിൽ വന്ന അല്ലു അർജുൻ്റെ പുഷ്പ 2. പുഷ്പ 2വിന് ഒരുപാട് നെഗറ്റീവ് അഭിപ്രായങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് മൂവി നല്ല രീതിയിൽ കളക്ട് ചെയ്യുന്നുണ്ട്. 1250 കോടി രൂപയ്ക്ക് മുകളിൽ വെറും 10 നാളുകൾ കൊണ്ട് കളക്ട് ചെയ്യാനായിട്ട് പുഷ്പ 2വിന് സാധിച്ചിട്ടുണ്ട്. ഇനിയും പല കളക്ഷൻ റെക്കോർഡുകളും പുഷ്പ 2 വെട്ടിക്കുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. എന്തൊക്കെയാണെങ്കിലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്